ആകാശത്തിനും ഭൂമിക്കുമിടയിൽ തൃശങ്കുവിൽ മനുഷ്യനെ നിർത്തരുത് സർ. അതിലും വലിയൊരു ഗതികേട് വേറെയില്ല. കണ്ണൂർ വിമാനത്താവളത്തിന് സ്ഥലം അനുവദിക്കപ്പെട്ടവരുടെ ദുരവസ്ഥയെക്കുറിച്ച് ഇന്ന് രാവിലെ തന്നെ സഭയിൽ ചോദ്യോത്തര വേളയിലായിരുന്നു സതീശന്റെ തുറന്നു പറച്ചിൽ. ഇതോടൊപ്പം തന്നെ റെയിലിന്റെ കാലുകൾ സ്ഥാപിച്ച മനുഷ്യർക്ക് ആ ഭൂമിയിൽ ഒരു ലോൺ പോലും കിട്ടില്ല. ആ ഭൂമി വിൽക്കാൻ പറ്റുന്നില്ല. ഈ റെയിൽ എന്ന് വരുമെന്ന് കരുതിയാണ് നിങ്ങൾ വർഷങ്ങൾക്ക് മുൻപേ കാലു തറച്ച് അധികാരം സ്ഥാപിക്കാൻ നോക്കിയത്. ഇപ്പോഴും ഉത്തരവൊന്നുമില്ലല്ലോ. ചോദ്യോത്തര വേളയിൽ സതീശൻ മന്ത്രിയുടെ കണ്ണു തുറപ്പിക്കുകയാണ്. ആ വീഡിയോ ഒന്ന് കാണാം. ഞാൻ ഈ സ്ഥലം സന്ദർശിച്ചാണ്. ഇത് അക്ഷരാർത്ഥത്തിൽ കുടിയൊഴിക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം നിരവധി വർഷങ്ങളായി ഫോർവേഡ് നോട്ടിഫിക്കേഷൻ വന്നിട്ട് അതിൻ്റെ നടപടിക്രമങ്ങളൊന്നും മുന്നോട്ട് പോകുന്നില്ല. വിമാനത്താവളത്തിൻ്റെ മുകളിൽ നിന്ന് സാധനങ്ങൾ പാറയും കല്ലും ഇടിഞ്ഞു വീണ് അവിടെ വാസയോഗ്യമല്ല, കൃഷിയോഗ്യമല്ല. പ്രധാനപ്പെട്ട ആളുകളുടെ വരുമാന മാർഗം കൃഷിയായിരുന്നു. അത് പൂർണ്ണമായി നിലച്ചു, ഉപജീവനമാർഗം. നിരവധി വീടുകൾ തകർന്നു. പിന്നെ പ്രളയം ഉണ്ടായ സമയത്തുണ്ടായ നാശനഷ്ടങ്ങൾ. ഒരു തരത്തിൽ ഇത് ബാങ്കിൽ പണയം വയ്ക്കാൻ പറ്റുന്നില്ല, വിൽക്കാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. വേറെ ഒരു സ്ഥലത്ത് പോയി താമസിച്ചാൽ അവിടുത്തെ വാടക കൊടുക്കാൻ പറ്റുന്നില്ല. പരിതാപകരമായ അവസ്ഥയിലാണ്. ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ ത്രിശങ്കുവിലാണ് ജീവിക്കുന്നതെന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. അക്ഷരാർത്ഥത്തിൽ ആ പാവപ്പെട്ട മനുഷ്യർ ജീവിക്കുന്നവിടെ. അതുകൊണ്ട് ഈ നടപടിക്രമങ്ങൾ എത്രയും പെട്ടെന്ന് വേഗത്തിലാക്കുകയും ഈ ജപ്തി നടപടികൾ നിർത്തിവെക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളുമാണ് സ്വീകരിക്കേണ്ടത്. സർ, അതേപോലെ തന്നെ ഞാൻ അങ്ങയുടെ അനുവാദത്തോടുകൂടി ഒരു കാര്യം, ശ്രീമതി കെ രമ പറഞ്ഞ നമ്മുടെ റെയിലിന്റെ കാര്യം, പ്രോബ്ലം എന്താണെന്നറിയാം. റെയിലിന്റെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല, ഐ എഗ്രി വിത്ത് യു. പക്ഷേ ഓൾറെഡി അവിടെ കൊണ്ടുപോയി കല്ലിട്ടു. സാർ, ആ കല്ലിട്ട സ്ഥലം ഒരു കോപ്പറേറ്റീവ് ബാങ്ക് പോലും എടുക്കില്ല, പണയം വെക്കാൻ പറ്റില്ല. ഒരു ബാങ്ക് പണയം വെക്കാൻ പറ്റില്ല. ഒരാൾ ആ സ്ഥലം വാങ്ങിക്കില്ല. മാത്രമല്ല, ഫൈനൽ ഡിസിഷൻ വന്നിട്ടില്ല ഗവൺമെന്റിന്റെ. ഗവൺമെന്റ് ഇപ്പോഴും പറയാണ് റെയിൽ വരും എന്ന് പറയാണ്. അപ്പൊ ഈ റെയിലിട്ട് വരുന്നുമില്ല, ഈ സാധനം വിൽക്കാനും പറ്റുന്നില്ല, പ്ലഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞതാണ് അപകടകരമായ നിലയിലാണ്. ഇത് പരിശോധിക്കണം. അങ്ങനെ പരിശോധിക്കുമോ എന്താണ് എന്റെ ചോദ്യം. അല്ല, ഇക്കാര്യത്തിൽ ജപ്തി നടപടികളെ സംബന്ധിച്ചിട്ടുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. അതിൽ ഒരു കാരണവശാലും പേടിക്കേണ്ട പ്രശ്നമില്ല. റെയിലുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ തന്നെ പരസ്യമായി ഇക്കാര്യത്തിൽ നടപടിയെടുത്തിട്ടുണ്ട്. അത് ഒരു കാരണവശാലും ഈ ഭൂമി വിൽക്കുന്നതിനോ പ്ലഡ്ജ് ചെയ്യുന്നതിനോ തകരാറില്ല. അത് വീണ്ടും ഉറക്കെ ആ കാര്യത്തിൽ ഗവൺമെന്റ് പറയുന്നുണ്ട്. ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിക്കാതെ ഉള്ള ആശങ്കകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താനും ബന്ധപ്പെട്ട ബാങ്കുകളുമായി സംസാരിക്കാനുമുള്ള ഇടയുണ്ടാക്കൽ മാത്രമേ സാധ്യമാകുള്ളൂ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കാലവർഷക്കെടുതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെയുണ്ടായ നഷ്ടങ്ങളാണ്. അത് അതത് കാര്യങ്ങൾ പരിഹരിച്ചുകൊണ്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളോട് നഷ്ടപരിഹാരം നൽകാൻ പറയാം. ഇവിടെ ഭൂമി വിൽപ്പനയോ ഭൂമിയുമായി ബന്ധപ്പെട്ട പ്ലഡ്ജിങ്ങോ പുതിയ പ്ലഡ്ജിങ്ങോ ഞാൻ അങ്ങയോട് ഈ സഭയിൽ ഉറപ്പ് നൽകുന്നു. പ്രത്യേക കേസായി ജില്ലാ കളക്ടർക്ക് അപേക്ഷ നൽകിയാൽ ആ കേസുകൾ പരിഗണിച്ചുകൊണ്ട് പ്രത്യേക കേസുകളിൽ അങ്ങനെ പ്ലഡ്ജ് ചെയ്യാനുള്ള അനുവാദം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് നൽകാവുന്നതാണ്. ആ കാര്യത്തിൽ പ്രയാസം ഉണ്ടാകില്ല.